പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 തിമോത്തി 6 അധ്യായം 10 തിരുവചനം പറയുന്നു, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന്. ധനവാനാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും സാത്താൻ്റെ കെണിയിലും വ്യാമോഹങ്ങളിലേക്കും നാം ചെന്ന് വീഴാറുണ്ട്. അത് നമ്മെ ആത്മനാശത്തിലേക്ക് നയിക്കും. നാം ജനിച്ച് ഈ ലോകത്തേക്ക് വന്നപ്പോൾ ഒന്നും തന്നെ കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് പോകുമ്പോഴും നമുക്കൊന്നും തന്നെ കൊണ്ടുപോകാനും സാധിക്കില്ല. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നശ്വരങ്ങളാണ്. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുകയാണ് നാം ചെയ്യേണ്ടത്. ധനവും പ്രതാപവും ലോകത്തിൻ്റെ കയ്യടികളും എല്ലാം നിമിഷ നേരം കൊണ്ട് അവസാനിക്കും. യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന യൂദാസിന് ധനമോഹമുണ്ടായപ്പോൾ തൻ്റെ ഗുരുവായ യേശുവിനെ 30 വെള്ളി നാണയങ്ങൾക്ക് ഒറ്റിക്കൊടുക്കാൻ അവൻ തയ്യാറായി. ദൈവത്തെക്കാൾ അധികമായി പണത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. എന്നാൽ പണത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് അത് നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നത്. ധനമോഹം നമ്മെ പാപത്തിലേക്ക് നയിക്കും. അതുവഴി ദൈവിക ജീവൻ നമുക്ക് നഷ്ടമാകുകയും ചെയ്യും. ദൈവിക ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ യേശുവിനല്ലാതെ മറ്റാർക്കും ദൈവിക ജീവൻ നമുക്ക് നൽകാൻ കഴിയുകയില്ല. ധനമോഹം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ട്. നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ തിന്മയുടെ ശക്തി, അതായത് സാത്താൻ, നമ്മെ കീഴടക്കുകയും ചെയ്യും. സാത്താൻ്റെ കെണിയിൽ നാം വീണു പോകരുത്. അവൻ വരുന്നത് നമ്മെ നശിപ്പിക്കുവാനും നമ്മുടെ ആത്മാവിനെ മോഷ്ടിച്ചെടുക്കുവാനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 5 യേശു പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. നാം വിശുദ്ധിയുള്ളവരായി മാറുകയും ചെയ്യും. യോഹന്നാൻ 6:63 യേശു പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ വചനങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിവുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തുകയും, കാരണം ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 നാം അതാണ് കാണുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ദൈവ തുല്യ ശക്തിയാണ് ഉള്ളത്. നാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ നാം അവഗണിക്കുമ്പോൾ നമുക്ക് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നു. സുഭാഷിതം 4:22 തിരുവചനം പറയുന്നു, എൻ്റെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, എന്തെന്നാൽ അവ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. യോഹന്നാൻ 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. നാം എപ്രകാരം ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അതിനുള്ള യോഗ്യത നാം നേടിയെടുക്കുന്നത് വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.